ഔഷധവിദ്യകളിൽ അഗ്രഗണ്യനാണെന്ന് ഗ്രാമവാസികൾ വിചാരിച്ചിരുന്ന വേളയിൽ കായിക വിദ്യകളിലും കളരിമുറകളിലും മാത്രമല്ല സൂക്ഷ്മദൃഷ്ടിയാൽ ശത്രുക്കളെ നിയന്ത്രിക്കാൻ കഴിവുള്ള മഹായോഗിയാണെന്ന് മനസ്സിലാക്കുവാനുള്ള സമയമിതാ എത്തിക്കഴിഞ്ഞു. തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ആ കാഴ്ച കണ്ട ചീനയിലെ ആൾക്കാർ ഞങ്ങൾക്കും ഈ അഭ്യാസമുറകൾ പഠിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. ദാമോ എന്ന ഓമന പേരിനാൽ ചീനമക്കൾ വിളിച്ചുകൊണ്ടിരുന്ന ബോധിധർമ്മൻ ആ ഗ്രാമത്തിൽ വസിച്ച് തന്റെ അഭ്യാസമുറകൾ പഠിപ്പിച്ചു കൊടുത്തു. പല വർഷങ്ങൾക്ക് ശേഷം തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വിവരം അവരെ അറിയിച്ചപ്പോൾ വീണ്ടും അവരുടെ കാലഗണിതത്തിന്റെ കണക്കുകൾ തെറ്റുകയായിരുന്നു. തനിക്ക് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് ബോധിധർമ്മൻ അറിയാമായിരുന്നു.
ബോധിധർമ്മന്റെ ശരീരം ആ മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ തങ്ങളുടെ ഗ്രാമം അസുഖങ്ങളില്ലാത്ത ഗ്രാമമായി മാറുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ ബോധിധർമ്മൻ തീരുമാനിച്ചു. ഇന്നും ചൈനയിലെ പല സ്ഥലങ്ങളിലും ബോധിധർമ്മന് ക്ഷേത്രങ്ങൾ പണിത് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന, ജപ്പാൻ, തായ്ലൻഡ് പോലുള്ള നാടുകളിൽ ക്ഷേത്രം പണിത് ആരാധിക്കുന്ന ഒരു തമിഴ്നാട്ടുകാരനെ നമ്മളിൽ എത്ര പേർക്കറിയാം? ബോധിധർമ്മനോ? ബോധിധർമ്മൻ കേട്ടിട്ടേ ഇല്ല. സത്യം പറഞ്ഞ എനിക്കറിയില്ല. സോറി, അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഓ ദാമോ, I know him. Kung Fu master, right? I love him. Yes, I've heard about him. He's son of a king in South India. അറിയില്ല. ബോധിധർമ്മനോ? അതാരാ? എന്റെ അപ്പൂപ്പന്റെ പേരുപോലെ എനിക്കറിയില്ല. വല്ല സിനിമയുടെ പേരാണോ? Very good. Kung Fu guy. I know Damo master is come from India. ബോധിധർമ്മൻ എന്ന് നിങ്ങൾ പറഞ്ഞാണ് ഞാൻ ആ പേര് കേൾക്കുന്നത്. സോറി, എനിക്കറിയില്ല. നമ്മൾ പരിശീലിപ്പിച്ചെടുത്ത മറന്നുപോയ ഈ അഭ്യാസമുറ നമുക്കെതിരായി തിരിച്ചു വന്നിരിക്കുന്നു. Dong Li, I have told you about, is the best student of the Shaolin Temple. Mr. Dong Li, these guys of the chief scientists of our country. Around 36 scientists have worked for 8 years and created an assignment called Operation Red. This Operation Red is against India. If it succeeds within 3 years, what we say will become the law in India. Interesting. But the curl research has become a threat to us. If the research is successful, then our Operation Red will be of no use. So you need to go to India. You have to kill that girl and come back. This is your assignment. Sir, sending a one guy, it's not good. We'll send a team. If we get caught, the country will be in problem. They won't get caught. I feel you are being overconfident because I don't trust him. You see that guard over there? General, you feel good soldier? Yes. Is he willing to die for his country? Yes.
But now, he is going to die for me. Are you alright, sir? So, do you want to die for your country? Or for me? I need know one thing. What is Operation Red? Dongley, you are the one who is going to start it. Once you go to India, you will know yourself. So, when do I go to India? Today. ഗ്രേറ്റ് ബോംബെ സർക്കസ്. ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു ശുഭവാർത്ത. നിങ്ങൾ ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഗ്രേറ്റ് ബോംബെ സർക്കസ് ഇതാ വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ 4 ഷോയാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സർക്കസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരുവിൻ വരുവിൻ, കണ്ട് ആസ്വദിക്കുവിൻ. ഗ്രേറ്റ് ബോംബെ സർക്കസ് കാണുവാൻ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ 4 ഷോയാണ് ഉണ്ടാവുന്നത്. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്താ ഇത്? എല്ലാരും അവനവന്റെ ജോലി നോക്കുന്നതല്ലാതെ ആരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എടാ ഉവേ, ഇതൊന്നും ശരിയാവുന്ന ലക്ഷണമില്ല. നീ ആദ്യം അരവിന്ദിന് ഫോൺ ചെയ്യ്. വാടാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല, നീ പോക്കോ, എനിക്ക് കുറച്ച് ജോലി. ശരി, അപ്പൊ മുതലാളി വെച്ചാൽ നീ പറഞ്ഞാ മതി. ഞാൻ പോയിട്ട് വരാം. പോട്ടെ. എന്നാ ശരി. എടാ, ഓക്കെ അല്ലേ? ഓക്കെ. ഓടിക്കോ ഓടിക്കോ, നിക്കല്ലേ. പോട്ടെ പോട്ടെ. നോ 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 നോ, അതൊന്നും പറ്റില്ലെന്നേ. ഇല്ല ഇല്ല, നിങ്ങളോടെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സോറി, വെരി സോറി. നടക്കില്ല, നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? പറയുന്നത് കേൾക്ക്, നടക്കില്ല. സർ പ്ലീസ്, സർ പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം. എത്ര പറഞ്ഞാൽ ഈ പിള്ളേർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നേ? വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോജക്റ്റ് ആണ് സർ. അരവിന്ദ, ഇതെന്താ കാര്യം ഇവരോടും ചോദിച്ചേ? ഒരേ ഒരു ദിവസത്തേക്ക് മതി. എല്ലാരും ഒരേ സമയത്ത് പറഞ്ഞാ എനിക്ക് മനസ്സിലാവില്ല. ആരെങ്കിലും ഒരാൾ പറയേ. സർ ആക്ച്വലി ഞങ്ങൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നിൽക്കണേ. നിങ്ങൾക്ക് നിങ്ങൾ പറയൂ. ഞങ്ങൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാ. ഞങ്ങളുടെ റിസർച്ചിന് ഒരു മങ്കിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ജസ്റ്റ് 1 ഡേ രാവിലെ കൊണ്ടുപോയിട്ട് ഈവനിങ് 5 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചെത്തിക്കാം. ഇദ്ദേഹം 10,000 റുപ്പീസാ ചോദിക്കുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ആകെ 1000 റുപ്പീസ് അലോ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ സ്റ്റുഡൻസാ. കുരങ്ങിന് എന്തെങ്കിലും സംഭവിച്ചാ? അതെ അതെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുരങ്ങയുടെ പ്രധാനമാണല്ലോ. സംഭവിക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നോളൂ. ഞങ്ങളുടെ കൂടെ ഒരു ദിവസം മുഴുവനും നിന്നോ, എന്നിട്ട് കുരങ്ങനായിട്ട് തിരിച്ചു പോയിക്കോളൂ. ഓക്കെ അല്ലേ? ഒരേ ഒരു ദിവസമേ ഞാനുണ്ടാവും. 2 ദിവസത്തിൽ കൂടുതൽ എടുക്കുമെങ്കിൽ മുതലാളിയോട് ചോദിക്കണം. അപ്പൊ പറഞ്ഞല്ലോ ഓക്കെ അല്ലേ മുതലാളി? കുരങ്ങിന് എന്തെങ്കിലും പഴമൊക്കെ മേടിച്ചു കൊടുത്താൽ നീ ഒരു 2000 രൂപ ചോദിക്കേ. എനിക്ക് കാശൊന്നും വേണ്ട മുതലാളി. കുരങ്ങിന് 1100 രൂപ കൊടുത്തേക്കണം. 1100 രൂപ നമുക്ക് വാങ്ങിക്കാം മുതലാളി. എന്നാ ഞങ്ങൾ വരട്ടെ. അതൊന്നും ശരിയാവില്ല. ഇവനെ വേണേ കൊണ്ടുപോയിക്കോ, ഇവിടെ ഒരു പണിയില്ലാത്തവനാ. എനിക്ക് ഇവനേക്കാളും കുരങ്ങാണ് പ്രധാനം. ഇനി നിങ്ങൾ ഇഷ്ടം പോലെ വാ, നമുക്ക് പോവാം. അയ്യോ അയ്യോ മുതലാളി, പോന്നു മുതലാളി. മുതലാളി പോട്ടെ, നിനക്കെന്താ വേണ്ടെന്ന്? 1000 രൂപയ്ക്ക് നമുക്ക് സമ്മതിക്കായിരുന്നു. വെറുതെ സമയം പോയി. നമുക്ക് ഒരു 50 രൂപ കുറയ്ക്കാം. അവിടെ നിന്നില്ലടാ. നമ്മൾ കാശ് കൊടുക്കാൻ നമുക്ക് 1000 രൂപ മതിയായില്ലേ? വേണ്ട, പറയുന്നത് കേൾക്കടാ. മുതലാളി വേണ്ട വേണ്ട, ശരിയാവില്ല. വരൂ. അവിടെ നിൽക്കുന്നു വേണ്ട, പൊയ്ക്കോ. പോയി വേറെ വല്ല ജോലി നോക്കടാ. കുരങ്ങ് ബിസിനസ് ആയിട്ടാണ്. എന്താ അരവിന്ദ, കൈ വന്ന ഭാഗ്യം തട്ടിപ്പോയല്ലേ? നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും.